എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയും. ഒന്നും ചെയ്യാത്ത ഏതെങ്കിലും സ്ത്രീകൾ ഈ കേരളത്തിലോ ഈ ലോകത്തോ ഉണ്ടോ? ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന സ്ത്രീകളെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു ജോലിയും ചെയ്യാതെ 67 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടുപോയ ഒരാളെ പറ്റി എനിക്കറിയാം. ചിന്താ ജെറോം, യുവജന കമ്മീഷൻ അധ്യക്ഷ, വിപ്ലവകരമായിട്ട് ഒരു തരത്തിലുള്ള കാര്യവും ചെയ്യാതെ ഇതുപോലെ കുറെ പ്രസംഗങ്ങളും പൊതിച്ചോറും അല്ലെന്നുണ്ടെങ്കിൽ വാഴക്കുലയും എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ട്രോള് വന്നിട്ട് ശൂന്യാകാശത്ത് പോവുക തിരിച്ചു വരിക, വീണ്ടും പോവുക തിരിച്ചു വരിക, ഇങ്ങനെ ഒരാളെ എനിക്കറിയാം. പൊതിച്ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മലയാളിയും ഏത് നേഴ്സറി പഠിക്കുന്ന കുട്ടിയായാലും ചാടി എണീറ്റിട്ട് പറയും ചിന്താ ജെറോം എന്ന് പറയും. ഒരു ചർച്ചയ്ക്കിടയിൽ നിന്നിട്ട് ഇവർ പറയുന്നതാണ് ഇപ്പം ഹോസ്പിറ്റലിൽ സൗകര്യമില്ല, മെഡിസിൻ ഇല്ല എന്നൊക്കെ പറയുന്ന നേരത്ത് വളരെ പെട്ടെന്ന് പറയുന്നത് അവിടെ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറില്ലേ, അപ്പോൾ പൊതിച്ചോറാണോ മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഇതുപോലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും പറഞ്ഞ് ശൂന്യാകാശത്ത് പോയി തിരിച്ചു വന്നിട്ടുള്ള ആളാണ് ചിന്താ ജെറോം. അപ്പം നമ്മൾ ഒരു പാട്ടിലെ വരി എടുത്തുകൊണ്ട് അത് സാധാരണ സ്ത്രീകളുടെ അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കണമെങ്കിൽ അത്യാവശ്യം ബോധമില്ലായ്മയല്ലേ. ഇപ്പം ചിന്താ ജെറോമിൻ്റെ പഴയൊരു പ്രസംഗം എനിക്ക് ഇപ്പോഴും കേട്ട ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ, എൻ്റെ അപ്പൻ കട്ടോട്ട് പോയെ, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി, എൻ്റെ അമ്മ അടിച്ച് തീർത്തേ എന്നുള്ള രീതിയിൽ ഒരു പാട്ടുണ്ട്. അതിനകത്ത് വരിയുണ്ട് എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ. നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾ ആരാണ് ജിമിക്ക് കമ്മൽ ഇടുന്നത്? എൻ്റെ അപ്പൻ കട്ടോണ്ട് പോയെ. ഏത് സ്ത്രീയുടെ ജിമിക്ക് കമ്മലാണ് ഇവിടെ കട്ടോണ്ട് പോയത്? അതൊരു ബ്രാൻഡ് കുപ്പി എൻ്റെ അമ്മ അടിച്ചു തീർത്തേ എന്നുള്ള വരി കൂടെ എടുത്ത് വെച്ചിട്ട് കേരളത്തിൽ എത്ര സ്ത്രീകളാണ് ബ്രാൻഡ് കുപ്പി അടിച്ചു തീർത്തത് എന്നൊക്കെ ചോദിച്ച ഒരാളാണ് 67 ലക്ഷം രൂപ സാലറി മേടിച്ച് യുവജന കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിരുന്നത്. നാട്ടിൽ അത്യാവശ്യം എന്തെങ്കിലും ഒരു സ്ഥാനത്തിരുന്നവരെയൊക്കെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇപ്പം മെട്രോയെ പറ്റി ആലോചിക്കാൻ നേരത്ത് നമുക്കൊരു മുഖ്യമന്ത്രിയുടെ മുഖം ഓർമ്മ വരും. അല്ലെങ്കിൽ നാഷണൽ ഹൈവേ പറ്റി ആലോചിക്കാൻ നേരത്ത് ഒരു കേന്ദ്രമന്ത്രിയുടെ മുഖം ഓർമ്മ വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കണ്ണൂർ എയർപോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റ്, അങ്ങനെ പല പല പ്രോജക്ട്സ്. ഇപ്പോൾ കുടുംബശ്രീയെ പറ്റി ആലോചിക്കാൻ നേരത്തെ ഒരു നേതാവിൻ്റെ മുഖം ഓർമ്മ വരും. ഞാൻ ആ നേതാക്കന്മാരെ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് മുഖം ഓർമ്മ വരും. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്നൊക്കെ പറയാൻ നേരത്ത് ഓരോ ഭരണാധികാരിയുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ജിമ്മിക്ക് കമ്മൽ, പൊതിച്ചോറെന്ന് ഞാൻ പറയാൻ നേരത്ത് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഒരു വ്യക്തി ആരാ? അപ്പോൾ അവരുടെ ലെവൽ എന്താണ് നമ്മൾ ആലോചിച്ചു. നാട്ടിലെ യുവജനങ്ങളെല്ലാം യൂറോപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗൾഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊഴിൽ സാധ്യതയില്ല, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലില്ല, +2 കഴിഞ്ഞിട്ടുള്ളത്. അത് പലരും നമ്മൾ തമിഴ്നാട്ടിലേക്കും അല്ലെന്നുണ്ടെങ്കിലും ബാംഗ്ലൂരിലേക്കൊക്കെയാണ്, കർണാടകയിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം അങ്ങനെ യുവജനങ്ങൾ നേരിടുന്ന പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ, നല്ലൊരു പ്രോജക്റ്റ് ഗവൺമെൻറ്റിന് മുമ്പിൽ അവതരിപ്പിക്കാതെ, യുവജനങ്ങൾക്ക് വേണ്ടി 10 പൈസയുടെ ഗുണം പോലും ചെയ്യാതെ ഇവരെ പോലുള്ള ആൾക്കാർ വന്നിട്ട് 67 ലക്ഷം രൂപയാണ് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ വാഴക്കൊലയായാലും പൊതിച്ചോറായാലും കാഡ്ബറീസിൻ്റെ പരസ്യമായാലും എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മലായാലും ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ കൊണ്ട് മാത്രം കേരളത്തിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ലേഡി ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാൻ നേരത്ത് നല്ല രസമുണ്ട്. 67 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തും വേണ്ടി ഏത്തപ്പഴം മേടിച്ച് ഇവിടുത്തെ യുവജനങ്ങൾക്ക് പുഴുങ്ങിക്കൊടുക്കായിരുന്നു. പ്രോട്ടീൻ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ശരീരത്തിൽ, അല്ലേ, പോഷകാഹാരമായേനെ. അപ്പം ഇതുപോലെ കുറേ ആൾക്കാരെ ഓരോ സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയിട്ട് നമ്മുടെ ഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ എടുത്ത് ചിലവാക്കുക, അവർക്ക് കാറ് കൊടുക്കുക, അവർക്ക് സ്റ്റാഫിനെ കൊടുക്കുക, അവർക്ക് നല്ല ശീതീകരിച്ച് ഓഫീസ് കൊടുക്കും. നിങ്ങൾ വെറുതെ കണ്ണടച്ചിട്ട് പൊതിച്ചോറൊന്നും ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്ന ഒരൊറ്റ മുഖമേ ഉള്ളൂ, ചിന്താ ജെറോം. ആ ലെവലിരുന്ന ആൾക്കാരൊക്കെ ഇരുന്നിട്ട് തള്ളുന്ന തള്ളു കാണും. ചിന്ത 2 ടീമിലായി 67.37 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിട്ടുണ്ടെന്നാണ്.